സൺഡേ ആയിട്ട് കുറച്ച് കൺഫ്യൂഷനോടെയാണ് കേട്ടോ രാവിലെ തന്നെ എണീറ്റിന്. ദോശ ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ ഉണ്ടായത്, പക്ഷെ അരി കുതിർത്താൻ ഞാൻ മറന്നുപോയി. പുട്ടുണ്ടാക്കുക സിമ്പിളാണ്, പക്ഷെ പഴവുമില്ല, കടല അങ്ങനെ കുതിർത്തിയതുമില്ല. അങ്ങനെ അവസാനം പൂരി ഉണ്ടാക്കാന്നുള്ള പ്ലാനിങ്ങിലെത്തി. പൂരി എനിക്ക് ഭയങ്കര ഇഷ്ടമെങ്കിലും രുചിക്ക് തീരെ കണ്ടുകൂടാത്തൊരു പലഹാരമാണ് കേട്ടോ പൂരി. പണ്ടോട്ടേ എന്നോട് പറയാറുണ്ട് പൂരി എനിക്ക് ഇഷ്ടമല്ലാന്ന്. അതുകൊണ്ട് ഞാൻ പൂരി ഉണ്ടാക്കാറില്ല. വല്ലപ്പോഴും എനിക്ക് കൊതി വരുമ്പോൾ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. കുറച്ച് ആട്ടപ്പൊടിയും കുറച്ച് മൈദയും ലേശം റവയും ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ പൂരി ഉണ്ടാക്കാറ്. എപ്പോൾ ഉണ്ടാക്കുമ്പോൾ വലിയ മോശമൊന്നും ആവാറില്ല. പക്ഷെ ഇന്നത്തെ പൂരി നല്ല വമ്പൻ ഫ്ലോപ്പായിരുന്നു. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അത് ഞാൻ പരത്തുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആ പൂരി അത്ര നല്ലതല്ലാന്ന്. ഞാൻ എണീറ്റാൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ്, എന്നാലും വസു എണീക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കുഴച്ച് വെക്കണം എന്നില്ല ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കുഴച്ച് തീരുന്നതിന് മുമ്പ് വസൂട്ടൻ എണീറ്റിട്ടുണ്ടായിരുന്നു. ഇനി എന്തായാലും എന്നെ വിടൂല, അതിൽ നിന്ന് എന്തായാലും ഒരു കഷ്ണം വസൂട്ടന് വേണ്ടി വരും. അങ്ങനെ വിചാരിച്ചിട്ടാണ് എന്തായാലും കൂടെ മുമ്പിലിരുത്തിയിട്ട് തന്നെ കുഴച്ചേക്കാം, കുറച്ച് പഠിച്ചോട്ട് എന്ന് വിചാരിച്ചു. ആദ്യമൊക്കെ കൂളായിട്ടിരുന്നു. അന്നേരം പിന്നെ കളിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതിന് ചെറിയ ഉണ്ട കൊടുത്തു അവന്. പക്ഷെ അപ്പൊക്കെ അവനത് വേണ്ട, അവൻ ആ ഫുള്ള് ഡോയാണ് വേണ്ടത്. അവന് ഫുള്ള് വേണത്രേ പരത്താനല്ല കുഴക്കാൻ. പിന്നെ രാവിലെ തന്നെ വാശി പിടിച്ച് കരയുന്ന കേട്ടാ എൻ്റെ മൈൻഡും പോവും. പിന്നെ വസൂട്ടൻ അന്ന് ഫുൾ ഡേ ഫുൾ വാശിയായിരിക്കും. അതിലും നല്ലത് ഞാൻ കാമായിട്ട് അതങ്ങ് വസൂട്ടൻ്റെ കൈ കൊടുക്കുന്ന ഞാൻ തോന്നി. അതുകൊണ്ട് ഞാൻ ഒരുവിധം നല്ലോണം കുഴച്ച് സോഫ്റ്റ് ആക്കിയതിന് ശേഷം വസൂട്ടൻ്റെ കയ്യിൽ തന്നെ അത് കൊടുത്തു. എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ച്. വേസ്റ്റ് ആക്കൂലെന്നറിയാം, ആദ്യമായിട്ട് എന്തെങ്കിലും ചുമ്മാ കൈ കൊണ്ട് കുഴച്ച് കളിക്കുകയില്ലൂ. ആവശ്യത്തിന് വേണ്ട വെള്ളവും ഓയിലും ഒക്കെ കൂട്ടി കുഴച്ച് നല്ലോണം കുഴച്ചെടുത്തിനെങ്കിലും എന്താണെന്നറിയില്ല, എൻ്റെ ഇന്നത്തെ ഡോ വലിയ നന്നായിട്ടില്ല. വലിയ സോഫ്റ്റ് എനിക്ക് തൊട്ടപ്പോൾ തന്നെ തോന്നിയിട്ടുണ്ടായില്ല. അവിടെ ഇരുത്ത വസൂട്ടൻ താഴോട്ട് ഇറങ്ങി കളിക്കാനില്ല കളിയൊന്നും കളിക്കുകയില്ല കേട്ടാ. ഇക്കാര്യത്തിൽ എന്തോ ചെറിയ പേടിയുണ്ട്, ബാക്കി ഒന്നിനും പേടിയില്ലെങ്കിലും. ഇടയ്ക്കെണ്ണിട്ട് ഞാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് ഞാൻ പൊട്ടറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 2-3 വിസിൽ വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ബാജിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ബാജിക്കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലേക്ക് എടുത്ത് വെച്ചു. അങ്ങനെ പൊട്ടറ്റോ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ബാജിക്കറി ഉണ്ടാക്കാൻ പോയി. നമ്മൾ നോർമൽ ബാജിക്കറി ഇല്ലേ, ഉരുളക്കിഴങ്ങ് ബാജി എന്നാണ് പറയാം നമ്മളതിനെ. അപ്പോൾ അതിന് വേണ്ടി കടുക് പൊട്ടിച്ചു, ഉള്ളിയും പച്ചമുളകും ആ സാധനമൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം അതൊന്ന് ജസ്റ്റ് വഴന്ന് കഴിഞ്ഞാൽ ഈ പൊട്ടറ്റോ ഉടച്ചിട്ട് അതിലോട്ട് ഇട്ടിട്ട് വെള്ളം ഒഴിക്കലാണ്. പക്ഷേ ഞാൻ ആ കുക്കറിൽ കുറച്ചധികം വെള്ളം ഒഴിക്കും. എന്നിട്ട് ഞാൻ അതിൽ തന്നെ ഇട്ട് ഉടച്ചിട്ട് ആ വെള്ളത്തോടെ തന്നെ ഒഴിക്കും. ആ കൺസിസ്റ്റൻസി തന്നെ ബാജി ഓക്കെ ആയിരിക്കും. ഞാൻ എങ്ങനെയാണ് കേട്ടാ, എളുപ്പപ്പണിയാണെന്നറിയില്ല. അത്യാവശ്യം 2-3 വിസിലെടുത്താൽ തന്നെ പൊട്ടറ്റോ അതിൽ നിന്ന് സ്മാഷ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രുചി വന്നു. ഞാൻ പൊതുവേ ബാജിക്കറി ലേശം പാൽ ഒഴിക്കാറുണ്ട്, എന്തെങ്കിലും പശുമ്പാൽ ഒഴിക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ തോന്നി വേണ്ടാന്ന് വെച്ച് ഞാൻ അത് അവിടെ തന്നെ വെച്ചു. പിന്നെ ഞാൻ ചെറിയ ബോൾ ഉണ്ടാക്കി. കണ്ട ബോളൊന്നും ഷേപ്പില്ല. പരത്തിയപ്പം വലിയ സുഖമൊന്നുമില്ല. പൊടി ഇട്ടിട്ടല്ല, ഞാൻ ഓയിൽ വെച്ചിട്ടാണ് പൂരിക്ക് ഉണ്ടാക്കാറ്. അപ്പോൾ രജി പറഞ്ഞു നിൻ്റെ പരത്തലും ശരിയില്ല, എന്തെന്നാണ് ഉണ്ടാക്കിയത്, ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. രജി എനിക്ക് പറഞ്ഞു ഇങ്ങനെയാണ് ആ പൂരി ഉണ്ടാക്കിയത് എന്നൊക്കെ പറയണ്ടായിന്. അപ്പോൾ രജി പരത്തി തന്നു, ഞാൻ അവിടുന്ന് പൂരി ചുട്ടു. ആദ്യമൊന്നും പൂരി ഇങ്ങനെ പൊങ്ങി വരുന്നൊന്നും ഉണ്ടായില്ല. നല്ല ഫ്ലോപ്പം പൂരി, നല്ല ഹാർഡുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അങ്ങ് മൂഡ് പോയി. എന്നാലും ഉണ്ടാക്കേണ്ട എന്തെങ്കിലും കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അത് ഇങ്ങനെ ഉണ്ടാക്കി. പിന്നെ ലാസ്റ്റത്തെ 2-3 കുറച്ച് അത്യാവശ്യം സോഫ്റ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. അങ്ങനെയെല്ലാം ഞാൻ ചുട്ടെടുത്തു. എൻ്റെ പൂരി ഇതേ എങ്ങനെയായിരുന്നു, മേലത്തെ മാത്രമേ ഇങ്ങനെ പൊന്തിയൊന്നുമില്ല. ഇടത്തൊക്കെ നല്ല ഹാർഡ് പൂരിയായിരുന്നു കേട്ടാ. എന്തായാലും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഉണക്ക പൂരിയായിരുന്നു. പിന്നെ ഞാൻ ചായയും കൂടി ഉണ്ടാക്കി. അങ്ങനെ നമ്മൾ വെറുതെ ഒരു പേരിന് ചായ കുടിക്കാനിരുന്നു. ബാജിക്കറി ഉണ്ടാക്കിയ സമയത്ത് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് ഓക്കെ ആയിരുന്നു. പക്ഷെ പൂരിയും ബാജിയും കൂടി കഴിക്കുമ്പോൾ ബാജിക്കറി കൊടുക്കത്ത ഉപ്പ്, 2 ഉപ്പായിട്ട് വായിൽ വെക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പക്ഷെ പട്ടാളത്തിൽ വന്നിട്ട് ഇത് വെട്ടല്ല, പട്ടാളത്തിൽ തിന്നാനൊന്നും നിൽക്കൂല. പക്ഷെ എന്താ പറഞ്ഞത് നിങ്ങൾ ക്ലിയർ ആയിനാ? പൂരിനെ പറ്റിയാണ് കേട്ടോ പറയണ്ടായിന്. പൂരി എനിക്ക് പണ്ടോട്ടേ ഇഷ്ടമല്ല, പട്ടാളത്തിൽ വരുന്നതിന് മുമ്പേ ഇഷ്ടമല്ല എന്നാണ് പറയണ്ടായിന്. പട്ടാളത്തിൽ വന്ന അവരുടെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയാണ്. അപ്പം ഇവിടെ വന്നിട്ട് കുറേ പേർക്ക് പൂരി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇഷ്ടമല്ലാണ്ട് ആയിട്ടുണ്ട്. അപ്പം അതിന് മുന്നേ രജിക്ക് പൂരി ഇഷ്ടമല്ലാന്ന് പറയുന്നുണ്ടായി. രാവിലെ വരുമ്പോൾ 3 ഉഴുന്നടിയും കൊണ്ടാണ് കേട്ടോ രജി വന്നിട്ടുണ്ടേ. അതാണ് വസൂട്ടൻ കഴിച്ചത്. ഞാൻ എൻ്റെ പൂരി വസൂട്ടന് കൊടുത്തപ്പം അത് വസൂട്ടന് വേണ്ട, എൻ്റെ ഉണക്ക പൂരി വസൂട്ടനും വേണ്ട. അതുകൊണ്ട് നമ്മൾ ഇന്ന് 3 ആളും വലിയ കാര്യമായിട്ട് രാവിലെ ഒന്നും കഴിച്ചില്ല. വസൂട്ടൻ 3 ഉഴുന്നോടെ കഴിച്ചിട്ടുണ്ടായിന്, അത് ഓൻ ഓക്കെയാണ്. അതിൻ്റെ ഇടയ്ക്ക് പണിയെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ചോറുണ്ടാക്കി, ചോറ് വാർത്തു. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കപ്പൊക്കെ കൊണ്ടുവന്നെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ അന്ന് രാത്രി തന്നെ പച്ചടി ഉണ്ടാക്കിനി. അപ്പോൾ വേറെ കുപ്പിയിലോട്ടൊന്നും ഇട്ട് വെച്ചില്ല.
അപ്പോൾ അത് ഞാൻ വേഗം തന്നെ കുപ്പിയിലെടുത്ത് വെച്ചു. അപ്പോൾ ഇന്ന് പച്ചടിയും ചോറും പിന്നെ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിനി. ബീഫ് കറിയും ചോറൊക്കെ കൂട്ടി ഇന്ന് കുച്ചാലാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊരു വേറെ രീതിക്കാണ് ഞാൻ ബീഫ് കറി ഉണ്ടാക്കുക. എന്നാലും ടേസ്റ്റ് ഒരു സൂപ്പറാണ് ഗൈസ്, സൂപ്പറാണ്. ഇച്ചിരി വളഞ്ഞ് മൂക്ക് കുടിച്ച രീതിക്കാണ് ഞാൻ ബീഫ് കറി ഉണ്ടാക്കുക. സിമ്പിൾ വേ അല്ല, ഇതിലും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നവരുണ്ടാവുമായിരിക്കും. പക്ഷേ എങ്കിൽ എനിക്ക് എൻ്റെ ബീഫ് കറി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ എന്നെ പുകഴ്ത്തി പറയുന്ന പോലെ ഒന്നും വിചാരിക്കണ്ട കേട്ടോ. സത്യമായിട്ട് നല്ല സൂപ്പർ ബീഫ് കറിയാണ്. ആക്രാന്തം മൂത്തിട്ട് ഞാൻ ആ ചൂടോടെ വായിലിട്ടിട്ട് വായും പൊള്ളി പല്ലും പൊള്ളി മൊത്തത്തിൽ പൊള്ളി. ആദ്യം ഞാൻ വസൂട്ടന് വന്നപ്പം ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ വേണ്ട, പിന്നെ രുചിക്ക് കൊടുത്തപ്പം വസൂട്ടനും വേണം. അപ്പോൾ അതൊക്കെ ആയി, ലാസ്റ്റ് ബീഫ് കറി ആയി. ഇനി ഒന്ന് വേഗം ചോറ് കഴിച്ചാൽ മതി. നമ്മൾ വിശന്ന് അലഞ്ഞെന്താ വയറ് കത്തിയിട്ടുണ്ടായി രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് വേഗം തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുളിക്കാൻ പോയിന് കേട്ടോ. വിസിൽ വെക്കാൻ വെച്ച സമയത്ത് പോയി കുളിച്ചു. വേഗം ബീഫ് കറി ആക്കി, പച്ചടി വിളമ്പി, ചോറ് വെച്ചു. പിന്നെ എൻ്റെ മാങ്ങ അച്ചാറും ഉണ്ടായിന്. അത് ഞാൻ 2-3 ദിവസമായി ഉണ്ടാക്കിയിട്ട്. അതും പിന്നെ ബീഫ് കറിയും കൂട്ടിയിട്ടായിരുന്നു ഇന്നത്തെ ചോറ്. നല്ല കിടുക്കാച്ചി ചോറായിരുന്നു. ബിരിയാണി കഴിച്ചാൽ ഇതിൻ്റെ സുഖം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ബീഫ് കറിയുടെ റെസിപ്പി ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു 3 മിനിറ്റോളം ഉണ്ടല്ലോ. അതുകൊണ്ട് താല്പര്യമില്ലവരാണൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാൻ വിശന്ന് അലഞ്ഞ് തിന്നുമ്പോഴാണ് രുചി ഒന്നും മൈൻഡാക്കുന്നില്ല. വസൂട്ടൻ എൻ്റെ പ്ലേറ്റിൽ ഓന് സെപ്പറേറ്റ് പ്ലേറ്റിൽ ചോറ് ഇട്ട് കൊടുത്തിന്. പക്ഷേ എൻ്റെ പ്ലേറ്റിൽ നിന്ന് ഇരുന്ന് കഴിക്കുന്നില്ല. എനിക്ക് നല്ലോണം കഴിക്കുന്നുണ്ടായിന് കേട്ടോ. ബീഫ് കറി തൊട്ട കൈ കൊണ്ട് അറിയാണ്ട് വസൂട്ടൻ്റെ കൈയൊന്നും എൻ്റെ കണ്ണിൽ കുത്തി. അയ്യോ, അരിഞ്ഞ് പുകഞ്ഞ് വല്ലാണ്ടായിപ്പോയി. എന്നാലും വിശന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ എണീറ്റ് കണ്ണൊന്നും കഴുകാൻ പോയില്ല. ഇതൊന്നും മൈൻഡാക്കാണ്ട് വസൂട്ടനും രുചി ആടി ഇരുന്ന് കഴിക്കുകയാണ് ഗൈസ്. എൻ്റെ സൺഡേ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.